നമ്മളൊക്കെ അമ്പലത്തിൽ പോവുകയും കയ്യിൽ കിട്ടുന്ന കുറച്ച് പുഷ്പങ്ങൾ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുക പതിവാണല്ലോ. പുഷ്പങ്ങൾ ഏറ്റവും അധികം സമർപ്പിച്ചു കാണുന്നത് അമ്മമാരും സഹോദരിമാരുമാണ്. എന്നാൽ എങ്ങനെയാണ് ക്ഷേത്ര സന്നിധിയിൽ പുഷ്പങ്ങൾ സമർപ്പിക്കേണ്ടത് എന്ന് മിക്കവർക്കും അറിയില്ല എന്നതും ഒരു വസ്തുതയാണ്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേത്രത്തിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുമ്പോൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്ന പുഷ്പങ്ങൾ വൃത്തിയുള്ളതായിരിക്കണം, കേടുവരാത്തതായിരിക്കണം. 10 കിലോ സ്വർണം നൽകുന്നതിനേക്കാൾ ഏതാനും ശുദ്ധമായ പുഷ്പങ്ങൾ നൽകുന്നതിലാവും കൂടുതൽ ഫലം കിട്ടുക. സമർപ്പിക്കുന്ന ഭാവമാണ് ഈശ്വരൻ സ്വീകരിക്കുന്നത്. കാരണം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച ചൈതന്യത്തിന് ഒന്നും തന്നെ വേണ്ടതായിട്ടില്ല. നമ്മുടെ വീടിനകത്തിരിക്കുന്ന സാധനങ്ങൾ പുറത്തുനിന്നും ഒരാൾ വന്ന് ഇതെൻ്റേതാണ്, എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ എടുത്തു തന്നാൽ എങ്ങനെയിരിക്കും? എല്ലാം ഈശ്വരൻ്റെയാണ്. നമ്മുടേതായിട്ട് ഒന്നും തന്നെയില്ല. ഈശ്വരൻ്റേതല്ലാത്ത സാധനം എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈശ്വരന് കൊടുക്കുക? അതുകൊണ്ടാണ് നാം ക്ഷേത്ര സന്നിധിയിൽ സമർപ്പിക്കണം എന്ന് പറയുന്നത്. ദേവന് അല്ലെങ്കിൽ ദേവിക്ക് കൊടുക്കുകയല്ല, നൽകുകയല്ല, സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അർത്ഥം. സച്ഛിദ്രം മുകുളം ജീർണം പതിതം പത്രവർജിതം ഭുക്തശേഷമഗന്ധഞ്ച കേശകീടാദിമിശ്രിതം. ക്ഷേത്രത്തിൽ ദ്വാരമുള്ള പുഷ്പങ്ങൾ, അതായത് ഏതെങ്കിലും പ്രാണികളോ മറ്റോ തുളയിട്ട പുഷ്പങ്ങൾ സമർപ്പിക്കരുത്. അതുപോലെ വിരിയാത്ത മൊട്ടുകൾ സമർപ്പിക്കാൻ പാടില്ല. ഇതളുകൾ നഷ്ടപ്പെട്ട പുഷ്പങ്ങളും ഒരു പ്രാവശ്യം ഉപയോഗിച്ചതും വാസനയില്ലാത്തതുമായ പുഷ്പങ്ങൾ ദേവതാസന്നിധിയിൽ സമർപ്പിക്കരുത്. തലമുടി, പുഴു എന്നിവയുണ്ടെങ്കിൽ അങ്ങനെയുള്ള പുഷ്പങ്ങളും അഴുകിത്തുടങ്ങിയ പൂക്കളും സമർപ്പിക്കാൻ പാടില്ല. ക്ഷേത്രങ്ങളിലും കാണാറുള്ള ഒരു കാര്യം കൂടി പറയാം. പൂജകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ തുളസി. ഏറ്റവും ശ്രദ്ധയോടെ വേണം തുളസി ദളങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഇത്രയും മഹത്വമുള്ള ഒരു പുഷ്പം വേറൊന്നില്ല. അതിൻ്റെ മഹത്വം അറിയാത്തതുകൊണ്ടാണ് തുളസിയെ പലപ്പോഴും നിസാരമായി കണക്കാക്കുന്നത്. തുളസി പ്രധാനമായും വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുഷ്പമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മിക്കവർക്കും അറിയില്ല. ക്ഷേത്ര സന്നിധിയിൽ എവിടെയെങ്കിലും ഒരു തുളസിയില അലസമായി കിടന്നാൽ അവയിൽ ഒരു കാരണവശാലും ചവിട്ടരുത്. കാരണം തുളസി മഹാലക്ഷ്മി ദേവിയുടെ തോഴിയാണ്, ലക്ഷ്മി ദേവിയുടെ അംശം തന്നെയാണ്, അഥവാ മഹാലക്ഷ്മി തന്നെയാണ് തുളസി. ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തുളസിയില പറിച്ചെടുക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം കൂടിയുണ്ട്. ഓം തുളസ്യാമൃത സംഭൂതേ സദാ ത്വം കേശവപ്രിയേ കേശവാർത്ഥം ലുനാമി ത്വാം വരദാ ഭവശോഭനേ. ഭഗവാന് സമർപ്പിക്കുന്നതിനായി തുളസിയില എടുക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമാണിത്. യാദൃഷ്ട്വാ നിഖിലാഘസംഘശമനീ സ്പൃഷ്ടാവപു പാവനീ രോഗാണാം അഭിവന്ദിതാ നിരസനീ സിക്താന്തകത്രാസിനീ പ്രത്യാസക്തിവിധായിനീ ഭഗവത കൃഷ്ണസ്യ സംരൂപിതാന്യസ്താതച്ചരണേ വിമുക്തിഫലദാ തസ്യൈ തുളസ്യൈ നമഃ. അതൊന്ന് കാണുന്നതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും നശിക്കുന്നുവോ? തൊട്ടാൽ ശരീരം പവിത്രമാക്കുന്നുവോ? വന്ദിക്കുമ്പോൾ രോഗങ്ങൾ ഇല്ലാതെയാകുന്നുവോ? നനച്ചാൽ കാലനെ പേടിപ്പിക്കുന്നുവോ? നട്ടുവളർത്തുന്നതിലൂടെ ഭഗവാൻ കൃഷ്ണൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുന്നുവോ? ആ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നതിലൂടെ മോക്ഷം നൽകുന്നുവോ? അങ്ങനെയുള്ള
തുളസിച്ചെടിക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ മന്ത്രം ജപിച്ച് തുളസി ഇലകൾ എടുത്ത് ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് അതുകൊണ്ട് അർച്ചനകൾ നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ശുദ്ധമായി സൂക്ഷിക്കുകയും അത് ദിവസവും ധരിക്കുകയും ചെയ്യുന്നതിലൂടെ എല്ലാ ദോഷങ്ങളും മാറുകയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് ധനധാന്യ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. മാല കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. തുളസി ദളങ്ങളെടുത്ത് ഓരോ പ്രാവശ്യം കെട്ടുമ്പോഴും ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് കെട്ടുക. എണ്ണം നോക്കാതെയും 41, 51, 101, 108 എന്നിങ്ങനെ എണ്ണിക്കെട്ടുകയും ചെയ്യുന്ന പതിവുണ്ട്. ശ്രദ്ധയോടുകൂടി മന്ത്രം ജപിച്ചുകൊണ്ട് എണ്ണമൊന്നും നോക്കാതെ മന്ത്രത്തിലും ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളിലും മനസ്സർപ്പിച്ചുകൊണ്ടും കെട്ടാം. അതാണ് ഏറ്റവും ഉത്തമം എന്ന് തോന്നുന്നു. ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം അവിടെ തന്നെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോകുന്ന പതിവും കാണുന്നുണ്ട്. പൂജാമുറിയിൽ വെച്ചുകൂടാ, വീട്ടിൽ പ്രസാദം കൊണ്ടുപോയി കൂടാ എന്നൊക്കെയാണ് ആരൊക്കെയോ പറഞ്ഞതായി പറയപ്പെടുന്നത്. എന്നാൽ ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന പാൽപ്പായസവും മറ്റു ഭക്ഷണ സാധനങ്ങളും വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ പിന്നെ അതുകൂടി ഉപേക്ഷിക്കേണ്ടതല്ലേ? ഇത്തരം വിടുവായത്തങ്ങൾ ആരാണ് എഴുന്നള്ളിച്ച് വിടുന്നത് എന്നറിയില്ല. അമ്പലത്തിലെ പ്രസാദം ഉപേക്ഷിക്കുന്നതിലൂടെ ഉള്ള ഐശ്വര്യം കൂടി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഉപേക്ഷിക്കപ്പെടുന്ന പ്രസാദം ചവിട്ടിയും അശുദ്ധമായ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നതിലൂടെ ഈശ്വരനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. വിഷമത്തോടെ പറയട്ടെ, ഇങ്ങനെ ചെയ്യുന്നതിലും നല്ലത് വഴിപാടുകൾ നടത്താതിരിക്കുകയാണ്. ഏതാനും തുളസീദളങ്ങൾ എടുത്ത് കൃഷ്ണ ഭഗവാനെയോ വിഷ്ണുദേവനെയോ സങ്കല്പിച്ച് സന്ധ്യാദീപത്തിനു മുന്നിൽ സമർപ്പിക്കുക. 11 ഇലകൾ എണ്ണിയെടുത്ത് ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ച് സന്ധ്യാദീപത്തെ ഭഗവാനായി സങ്കല്പിച്ച് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ ഓരോന്നായി സമർപ്പിക്കുക. ഓരോ ഇലയും 3 പ്രാവശ്യം വീതം ഈ മന്ത്രം ജപിച്ചുകൊണ്ടും സമർപ്പിക്കാം. അതുപോലെ 5 പ്രാവശ്യം വേണമെങ്കിലും ജപിച്ചുകൊണ്ട് സമർപ്പിക്കാവുന്നതാണ്. വിഷ്ണുദേവനെയും ലക്ഷ്മി ദേവിയെയും സങ്കല്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ അർച്ചന നടത്തുന്നത് എങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാഗ്യലബ്ധിയും ഉണ്ടാകുന്നു. 7 ദിവസം ഇപ്രകാരം ചെയ്താൽ ആ വീട്ടിൽ ഒരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവുകയില്ല. ഗ്രഹങ്ങളെ കൊണ്ടുണ്ടാകുന്നു എന്ന് പറയപ്പെടുന്ന എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും. ജീവിതത്തിൽ കർമ്മഫലങ്ങളനുസരിച്ച് സുഖദുഃഖങ്ങളും കാലാനുസാരം രോഗാദികളായ മറ്റ് വിഷമങ്ങളും എല്ലാ നാട്ടിലും എല്ലാവർക്കും ഉണ്ടാകും. അവയെ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങളുടെ പേരിൻ്റെ വാലിൽ കെട്ടിത്തൂക്കി അതുകൊണ്ടാണ് തങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് കരുതുന്നത് ശുദ്ധവിഡ്ഢിത്തം തന്നെ. അതിന് പരിഹാരമായി ജ്യോതിഷ വിദ്വാൻമാർ വഴിപാടുകളും മറ്റും വിധിക്കുകയും ചെയ്യും. വഴിപാടുകൾ എപ്പോൾ നടത്തിയാലും അതിന് ഗുണഫലങ്ങളുണ്ടാകും. കാരണം അത് ശുദ്ധമായ സാത്വികമായ കർമ്മങ്ങളാണല്ലോ. കർമ്മങ്ങൾക്കനുസരിച്ച് ഗുണങ്ങളും കിട്ടും. അവ കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ മുൻ പറഞ്ഞ ഗ്രഹങ്ങളുടെ ദോഷങ്ങളുടെ വാലിൽ കെട്ടിയിട്ടാൽ പിന്നെ എല്ലാം സ്വസ്ഥമായി. കോടാനുകൂടി ജനങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ ദേശകാലാനുസരണം നിശ്ചയിക്കുന്നതൊന്നുമല്ല ഗ്രഹങ്ങളുടെ ജോലി. അവർക്ക് വേറെ ഒരുപാട് പണിയുണ്ട്. അതിനിടയ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ നോക്കാൻ ഏതെങ്കിലും ജ്യോതിഷ വിദ്വാൻമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുകയുമില്ല. ഈശ്വരനിൽ സമ്പൂർണമായി സമർപ്പിക്കുക. അതിലൂടെ മികച്ച കർമ്മങ്ങൾ ചെയ്യുവാനും സുഖകരമായി ജീവിതം കൊണ്ടുപോകുവാനും കഴിയും. ഒരു പ്രശ്നവും ഇല്ലാത്തിടത്ത് പ്രശ്നം വച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് പ്രശ്നം വെക്കുന്നവരുടെ പണി എന്ന് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അടിയുറച്ച് ഗ്രഹദോഷങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവ മാറാൻ വഴിപാടുകൾ നടത്തിയാൽ പോരാ. മനസ്സിന് തൃപ്തി കിട്ടുന്നതിന് ഇത്തരം കാര്യങ്ങൾ വേണ്ടി വരികയും ചെയ്യും. അത് മനസ്സിൽ അടിയുറച്ചു പോയ അന്ധമായ വിശ്വാസം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഭഗവാനിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി മുൻ പറഞ്ഞ രീതിയിൽ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുക. എല്ലാ ദോഷങ്ങളും തീർച്ചയായും മാറിക്കിട്ടും. ഭഗവാനും ഭഗവതിയും
എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.